SDP ഇപ്പോൾ ഭയക്കേണ്ട ഒരു സാഹചര്യത്തിലാണോ നിൽക്കുന്നത്? പോപ്പുലർ ഫ്രണ്ടിൻ്റെ മറ്റൊരവതാരമായിട്ട് മാറിയിരിക്കുകയല്ലേ ഈ SDP? അതിനൊരു ഉത്തരം പറയാൻ വന്നു കഴിയുമ്പോഴത്തേക്ക് മതമിളകിയ ആന വന്നാലും മനസ്സിളകാത്ത സ്ഥിതപ്രജ്ഞത്വമുള്ള പ്രതിരോധമാണെങ്കിൽ മറുഭാഗം എത്ര ശക്തിയാവട്ടെ, എന്തെല്ലാം കാട്ടിക്കൂട്ടട്ടെ, എത്ര ഭീകരമായ വെല്ലുവിളി ഉയർത്തട്ടെ, എങ്കിലും അതിനെയൊക്കെ നേരിടണമെന്ന് ഉറച്ച തീരുമാനമുള്ള ഒരു ഘട്ടത്തിലേക്ക് ധാർമ്മിക ബോധമുള്ളൊരു ഭരണകൂടം തയ്യാറായി കഴിഞ്ഞാൽ SDP പ്രശ്നമല്ല, പോപ്പുലർ ഫ്രണ്ടും പ്രശ്നമല്ല, മണിപ്പൂരും പ്രശ്നമല്ല. അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയപ്പം. പിന്നെ ഇവിടെ അങ്ങ് ചോദിച്ചില്ലാത്തൊരു കാര്യം, ഈ SDP ഉയർത്തുന്ന വെല്ലുവിളി എന്ന് പറയുന്നത് PFI ഉയർത്തുന്ന വെല്ലുവിളി എന്ന് പറയുന്നത് ചെറുതല്ല. അത് നേരിടുന്നതിന് ഭാരതത്തിന് തനതായ കുറച്ച് പ്രശ്നങ്ങളുമുണ്ട്. ബാഹ്യമായ ശത്രുക്കളുടെ അക്രമത്തെയാണ് നമുക്ക് എങ്ങനെ നേരിടാം. പക്ഷെ ഭാരതം നേരിടേണ്ടി വരുന്നത് ഒരുമാതിരി റിവേഴ്സ് ബാലി എഫക്റ്റാണ്. അങ്ങേക്കറിയാം, ബാലിക്കൊരു ശക്തി ഉണ്ടായിരുന്നു. ബാലിയുടെ ശക്തി, ബാലിയെ എതിർക്കുന്ന ആളുകളുടെ എതിരാളിയുടെ ശക്തിയും കൂടെ ബാലിക്ക് കിട്ടും. ബാലിയുടെ ശക്തി ഇരട്ടിയായി. എതിരാളികൾക്ക് ഒരു ശക്തിയേ ഉള്ളൂ. സ്വാഭാവികമായിട്ട് എതിരാളി പരാജയപ്പെടുമായിരുന്നു. ആ അവസ്ഥയുടെ റിവേഴ്സ് ബാലി എഫക്റ്റാണ് ഭാരതത്തിൻ്റെത്. ഭാരതത്തെ എതിർക്കാൻ വേണ്ടി പുറത്തുള്ള ഏതെങ്കിലും ശക്തികൾ, അത് പാകിസ്ഥാനാണെങ്കിലും ചൈനയാണെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങളാണെങ്കിലും തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അവരെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ രാജ്യത്തുള്ള കുറച്ച് പേരും അങ്ങോട്ട് ചാരപ്പണിക്ക് പോകും, അവരെ സഹായിക്കും എന്നുള്ളൊരവസ്ഥയാണ് ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ഭീഷണി. ഒരു ജനാധിപത്യ രാജ്യം എന്ന രീതിയിൽ അതിനെ പ്രതിരോധിക്കുന്നതിന് കുറേ പരിമിതികളുണ്ട്. അങ്ങേക്കറിയാവുന്ന SDP പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതുപോലെ അങ്ങനെയൊന്നും നിരോധിക്കാനൊന്നും പറ്റില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, ഇലക്ഷൻ കമ്മീഷൻ അംഗീകാരമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്. പക്ഷെ ആ പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെ കൃത്യമായ രീതിയിൽ പദ്ധതിയിട്ട് അവരുടെയൊക്കെ ചിറകൊടിക്കാൻ, പിടിച്ചു നിർത്തുന്നതിന് കെൽപ്പുള്ള ഒരു ഭരണ സംവിധാനം രാജ്യത്തുണ്ട് എന്നുള്ളത് കൊണ്ട് അതിനൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ആത്മവിശ്വാസത്തിന് അവസരമുണ്ട്, അവകാശമുണ്ട്. ഈ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള അതൊരു മറയാക്കിക്കൊണ്ടാണല്ലോ ഇവർ ഈ പോപ്പുലർ ഫ്രണ്ടുകാരെയും ഇതിൻ്റെ തണലിൽ വളർത്തിക്കൊണ്ടുവരുന്നത്. അങ്ങൊരു കാര്യം ഓർക്കണം, ഇത് ഇവർക്ക് തന്നെ അറിയാം 2047 ഇസ്ലാമിക രാഷ്ട്രം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ലാത്ത കാര്യമെന്നറിയാം. കാരണം ഒറ്റ കാര്യം ഓർത്താൽ മതി, ജനസംഖ്യയുടെ ശതമാനം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഉണർന്നിരിക്കുന്ന ആളുകൾ ഒരു വിഭാഗം ഉണ്ടാവും, ഉറങ്ങി കിടക്കുന്ന ഒരു വിഭാഗം ഉണ്ടാവും, ഒക്കെ സമ്മതിച്ചു. എങ്കിലും ഭാരതീയ ദേശീയതയോട് പ്രതിബദ്ധതയുള്ള അല്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ജനങ്ങളാണ് ബഹുഭൂരിപക്ഷം. ഒരു ഹിന്ദിയിൽ ആർപ്പാർക്കി ലഡായി എന്ന് പറയും. നേരിട്ട് ഒരു അന്തിമ സമരത്തിൻ്റെ ഘട്ടം എത്തിക്കഴിഞ്ഞാൽ ഈ പറയുന്നവർക്കൊക്കെ അറിയാം അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന്. SDP അറിയാം, പോപ്പുലർ ഫ്രണ്ടിനും അറിയാം, നക്സലൈറ്റുകൾക്കും അറിയാം, അർബൻ നക്സലൈറ്റുകൾക്കും എല്ലാം നിശ്ചയമായ അറിവുണ്ട്. പിന്നെ എന്താണ് ഇവർ നിൽക്കുന്നൊരു ചോദ്യം വരും. എൻ്റെ ചിന്തയിൽ അത് SDP ഒരു പരിധിക്കപ്പുറമുള്ള മതതീവ്രവാദം തലയ്ക്കകത്ത് കയറ്റിയ അതുകൊണ്ട് സമ്മതിക്കുന്നു. അതിനൊക്കെ അപ്പുറമായിട്ട് ഈ പ്രവൃത്തിക്ക് വഴിയൊരുക്കുന്നത് പണത്തിൻ്റെ ഒഴുക്കാണ്. ഈ പണത്തിൻ്റെ ഒഴുക്ക് വരുന്നതാണ് രാഷ്ട്രീയ പാർട്ടിയായ എന്നുള്ള അംഗീകാരത്തിനപ്പുറം അവരുടെ അണികളെ പിടിച്ചു നിർത്തുന്നതും അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ സാധ്യമാക്കുന്നതും. ഒന്ന് പണം, രണ്ട് ആവശ്യത്തിനുള്ള ആയുധങ്ങൾ. ഈ ആയുധവും പണവും കിട്ടുന്ന അന്തരീക്ഷം വരുമ്പോൾ പണിയെടുക്കാതെ ജീവിക്കാം, ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സാധിച്ചെടുക്കാം, ലവ് ജിഹാദ് പോലുള്ള തെറ്റായ കാര്യങ്ങളെ വിട്ട് മറ്റു കാര്യങ്ങൾക്ക് സാധ്യത. ഇതെല്ലാം കാണുമ്പം ഒരു സമൂഹം എന്നാലും ഞാനും, ഇപ്പം കള്ളക്കടത്തിനാണേലും എന്ത് കാര്യം എന്നാലും ഞാനെന്തിനാ നോക്കി നിൽക്കുന്നത്, എല്ലാവരും ഉണ്ടല്ലോ എന്ന് പറഞ്ഞൊരു സമൂഹം മുന്നോട്ട് വരുന്ന അവസ്ഥയ്ക്ക് തടയിടുന്നതിന് ഈ പണം ഒഴുകുന്നത് തടയുന്നതാണ് പ്രധാന വിഷയം.
അതുകൊണ്ട് സാമ്പത്തിക കുറ്റങ്ങളെ നിയന്ത്രിക്കുക, ഒപ്പം തന്നെ ഇപ്പം കാണുന്ന ഏറ്റവും പ്രധാന വിഷയമായ നാർക്കോട്ടിക്, ഈ നാർക്കോട്ടിക് ജഹാദ്, അതിനെ തടയുന്നതിനും കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ പറയുന്ന SDP അല്ല, ഇനി മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടി, ഇപ്പോൾ ചൈനയെ അനുകൂലിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഉണ്ടല്ലോ, പാശ്ചാത്യ രാജ്യങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരുണ്ട്. ഇവരൊക്കെ ആണെങ്കിലും ഇവിടെ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിലും എന്തെല്ലാം ഉണ്ടെങ്കിലും ഇന്ത്യൻ ജനാധിപത്യത്തെ തകർക്കാൻ വേണ്ടി അന്തിമ സംഘർഷത്തിന് ഇറങ്ങുന്ന ഘട്ടത്തിൽ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഭാരതത്തിൻ്റെ ഇന്നത്തെ ഭരണകൂടം സജ്ജമാണ്. അവരോടൊപ്പം നിൽക്കാൻ ജനങ്ങളും തയ്യാറാണെന്നുള്ളതാണ് അതിൻ്റെ കൃത്യമായ മറുപടി. അങ്ങനെ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാം. PFIയെ ബാൻ ചെയ്തു. അന്ന് പൊതുവിലൊരു സംസാരമുണ്ടായി. അതുകൊണ്ടെന്താ, അവരെല്ലാം SDP പ്രവർത്തിക്കുകയല്ലേ. അതുകൊണ്ട് SDP ബാൻ ചെയ്യാതെ PFI ബാൻ ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊരു ചോദ്യം പലരും ചോദിച്ചിട്ടുണ്ട്, എന്നോടും ചോദിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ നിശബ്ദരായിരുന്നതേ ഉള്ളൂ. എല്ലാത്തിനും എപ്പോഴും ഉത്തരം പറയേണ്ട ആവശ്യമില്ലല്ലോ. പണ്ട് ലാൽ ബഹദൂർ ശാസ്ത്രി പറഞ്ഞൊരു വാചകമുണ്ട്. പാകിസ്ഥാൻ നമ്മളെപ്പോഴും തെറി പറഞ്ഞുകൊണ്ടിരുന്നു. ഭുട്ടോ ഐക്യരാഷ്ട്രസഭ ചെന്ന് നമ്മൾ ചീത്ത പറഞ്ഞു, ഹർ ഗാലി കാ ജവാബ് ദേനാ ജരൂരി നയ്യേ. ഓരോ തെറിക്കും മറുപടി വേണ്ട ആവശ്യമില്ല. ശാസ്ത്രിജി പിന്നെയും പറഞ്ഞു, ജബ് ജരൂറത്ത് പടേക, ആവശ്യം ഉണ്ടാകുമ്പം ഗാലി കാ ജവാബ് ഗോലി സെ ദേഗ. ഹിന്ദിയിൽ ഗാലി എന്ന് പറയുന്ന തെറിയാണ്, അതിൻ്റെ മറുപടി വെടിയുണ്ടോട് കൊടുക്കുന്ന ശാസ്ത്രി പറയുന്നൊരു അനുഭവം നമുക്കുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഈ പറയുന്ന PFIയെ നിരോധിക്കുകയും SDP കുറേ കാലത്തേക്ക് ജീവനോടെ നിർത്തുകയും ചെയ്തതിൻ്റെ സ്ട്രാറ്റജിക് റീസൺ, രണതന്ത്രപരമായ കാരണം എന്ന് പറയുന്നത് PFIയുടെ പേരിൽ മിണ്ടാതിരിക്കേണ്ടി വരുന്ന ആളുകൾ SDP ചേരട്ടെ, SDP ഭാഗമായിട്ട് അവരെല്ലാം വരട്ടെ. പൗരത്വ നിയമ ഭേദഗതി ബില്ലിനെതിരെ മുദ്രാവാക്യം വിളിക്കാനും ആലപ്പുഴ വന്നിട്ട് എന്താ പറയുക മലരും കുന്തിരിക്കുമൊക്കെ കരുതിക്കൊള്ളാനും, മലപ്പുറത്ത് വന്നിട്ട് ഞങ്ങൾ പണ്ട് കുത്തിക്കൊന്ന കടാരിയൊന്നും അറബിക്കടലിൽ എറിഞ്ഞിട്ടുണ്ടെന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇവരെല്ലാം കളത്തി വന്നില്ലേ. ഈ കളത്തി വന്നവരുടെ മുഴുവൻ കൃത്യമായ റെക്കോർഡുകൾ ഇന്ത്യയുടെ അന്വേഷണ ഏജൻസികളുടെ കയ്യിലുണ്ടെന്നുള്ള വിവരം നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത്. അതുകൊണ്ട് ഒരു സംശയം വേണ്ട, എത്ര സജ്ജമായിട്ടാണ് ഇവർ വരുന്നത് അതിൽ കൂടുതൽ കൃത്യമായിട്ടായിരിക്കും, വ്യക്തമായിട്ടായിരിക്കും മറുപടിയും അല്ലെങ്കിൽ മറുപ്രഹരവും ഉണ്ടാകാൻ പോകുന്നത്. ഇവിടെ ഭാരതം ഒരു കാര്യം കൃത്യമായി നോക്കണം. ബംഗ്ലാദേശിലെ വിഷയമുണ്ട്, പല വിഷയങ്ങളുണ്ട്, ഖാലിസ്ഥാൻ്റെ വിഷയമെല്ലാം ഉണ്ട്. ഞാനൊരു കാര്യം പറയുന്നത്, ഭാരതത്തിൻ്റെ ഭരണകൂടം എടുക്കാവുന്ന മുഴുവൻ ആയുധങ്ങളും ഇതുവരെ എടുത്തു കഴിഞ്ഞിട്ടില്ല. പലരും ചോദിക്കാറുണ്ട്, ഇന്ദിരാഗാന്ധി ആയിരുന്നെങ്കിൽ എന്ന് പറയാറുണ്ടല്ലോ. ഇന്ദിരാഗാന്ധിയുടെ കാലത്തെ അടിയന്തരാവസ്ഥ പോലൊരു സംവിധാനം കൊണ്ടുവരേണ്ട അവസ്ഥയായിരുന്നു കോവിഡിൻ്റെ കാലത്ത്. ആ കോവിഡിൻ്റെ കാലത്തെ അടിയന്തരാവസ്ഥ ഇല്ലാതെ മാനേജ് ചെയ്യാമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെ മാനേജ് ചെയ്യാൻ പറ്റും. അങ്ങൊരു കാര്യം ഓർക്കണം, ഞാൻ അല്പം വിഷയം വിട്ട് പോകുന്നതിന് ക്ഷമിക്കുകയും ചെയ്യണം. എന്തായിരുന്നു കോവിഡിൻ്റെ ഉദ്ദേശം? ചൈന ഈ COVID-19 എന്ന് പറയുന്ന ആ ബയോളജിക്കൽ വെപ്പൺ, ആ ജൈവ ആയുധത്തെ രംഗത്തിറക്കിയതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പ്രധാനമായും അമേരിക്കയും ഇന്ത്യയും ടാർഗറ്റുകൾ, അത് ചൈന ഇറക്കിയതാണ്. സമയത്തൊന്നും വിശദീകരിക്കുന്നില്ല. അന്നവർ കണ്ട കാര്യമെന്ന് പറയുന്നത് ഭാരതത്തിന് ആരോഗ്യകരമായ പ്രശ്നങ്ങളുണ്ടാക്കി വ്യാവസായികമായ പ്രശ്നങ്ങൾ വന്ന് പരിഹരിക്കാൻ വയ്യാത്ത സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ ആന്തരിക പ്രശ്നങ്ങളെ ഈ പറയുന്ന അങ്ങ് പറയുന്ന SDP കൊണ്ട്, നക്സലൈറ്റുകളെ കൊണ്ട്, രാജ്യവിരുദ്ധരെ കൊണ്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് ഇവിടെ അകത്ത് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ചൈനയുടെ കടന്നാക്രമണത്തിന് അവസരം ഒരുക്കും എന്നാണ് അവർ കണക്കുകൂട്ടിയത്. പക്ഷെ അവരുടെ കണക്കുകൂട്ടലിനെ എല്ലാം തെറ്റിച്ചുകൊണ്ട് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ഒരു പ്രഖ്യാപനം നടത്തി, ഇന്ന് മുതൽ എല്ലാവരും ഇരിക്കുന്നിടത്തിരുന്നാൽ മതി, പുറത്തോട്ടിറങ്ങണ്ട, ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനത്തിൻ്റെ ഫലം എന്താണ്? അസുഖം വരാതെ ഇരിക്കാൻ വേണ്ടി സ്വസ്ഥമായി വീട്ടിലിരിക്കുന്നവർക്കും ഇരിക്കണം, രാജ്യത്ത് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി കണക്ക് കൂട്ടിയിരുന്ന ഭീകരവാദികളും തീവ്രവാദികൾക്കും അവരുടെ മടകളിൽ
ഇരുന്നോണം. ഒളിച്ചിരിക്കേണ്ട സാഹചര്യം ഉണ്ടായി. അത് തന്നെയാണ് മോദിയുടെ തരത്തിൽ, മോദിയുടെ രണതന്ത്രത്തിൻ്റെ ഭാഗമായി എന്ത് വെല്ലുവിളി വന്നാലും അതിനെ സ്വീകരിക്കുന്നതിന് കരുതി വെച്ചിട്ടുള്ള മറുമരുന്ന്. ഇത് SDP-യുടെ കാര്യത്തിലും പോപ്പുലർ ഫ്രണ്ടിൻ്റെ കാര്യത്തിലും നക്സലൈറ്റുകളുടെ കാര്യത്തിലും, ഇപ്പം നക്സലൈറ്റുടെ കാര്യം കണ്ടു കഴിഞ്ഞു, അവസാനം മണിപ്പൂരിൻ്റെ കാര്യത്തിലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ രണതന്ത്രം, ആ മോദിയുടെ രണതന്ത്രം ദേശത്തെ ജനങ്ങളുടെ പിന്തുണയോടെ വിജയിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതുകൊണ്ട് SDP-യുടെ കാര്യത്തിലൊന്നും ഒരാശങ്കയ്ക്കും സമയമായിട്ടില്ല എന്നാണ് എൻ്റെ പക്ഷം.